ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ജനറൽ നോളജുകളാണ്. 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിലെ പുരുഷ സാക്ഷരത 96.02%. 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ സാക്ഷരത 91.98%. വൈദ്യുതിയെ ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹമേത്? വെള്ളി. താപത്തെ ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹമേത്? വെള്ളി. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം? സൂര്യൻ. സൗരയൂഥത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം? പ്രോക്സിമ സെന്ററി. ന്യൂസിലാൻഡിൽ മാത്രം കാണപ്പെടുന്ന പറക്കാത്ത പക്ഷി? കിവി. ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്ന പക്ഷി? എമു. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം? 1.3 സെക്കൻഡ്. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം? 6.2 മിനിറ്റ്. ഏറ്റവും ജനസംഖ്യ കൂടിയ ഭൂഖണ്ഡം? ഏഷ്യ. ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം? ചൈന. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം? ശുക്രൻ. ഏറ്റവും തണുത്ത ഗ്രഹം? യുറാനസ്. പ്രസവിക്കുന്ന പാമ്പ് എന്ന് അറിയപ്പെടുന്നത്? അണലി. പ്രസവിക്കുന്ന അച്ഛൻ എന്ന് അറിയപ്പെടുന്ന സമുദ്രജീവി? കടൽ കുതിര. ഏറ്റവും വലിയ തടാകം? കാസ്പിയൻ കടൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം? സുപ്പീരിയർ തടാകം. കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ്? പി.ടി. ചാക്കോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി? EMS. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ? JRD ടാറ്റ. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരി? ഊർമിള K. പരീഖ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം? വ്യാഴം. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ? ബുധൻ, ശുക്രൻ. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന ഭാഗം? എവറസ്റ്റ് കൊടുമുടി. ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം? ശാന്ത സമുദ്രത്തിലെ മരിയാന ട്രഞ്ച്. ലോകത്തിലെ ഏറ്റവും വലിയ ഫലം എന്ന് അറിയപ്പെടുന്നത്? ചക്ക. സ്വർഗീയ ഫലം എന്ന് അറിയപ്പെടുന്നത്? കൈതച്ചക്ക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി? മഹാധമനി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര അതോ മഹാസിര? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാർക്ക്? ജിം കോർബറ്റ് ദേശീയ പാർക്ക്. ലോകത്തിലെ ആദ്യത്തെ ദേശീയ പാർക്ക്? യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം? ഗാനിമീഡ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം? ടൈറ്റൻ. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.